രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വിളംബരത്തിന്, തിരുവചനത്തിലുള്ളൊരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരോടുള്ള എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ്റർനാഷണൽ ദൈവസഭയുടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ ലഭ്യമായ അവസരം ഒരു ഭാഗ്യ പദവിയായി ഞാൻ കാണുകയാണ്. ഈ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു കാലഘട്ടം കത്തിച്ചു വെച്ച സ്ഥാനത്ത് എരിയുന്ന മെഴുകുതിരി പോലെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ബഹുമാന്യായ കർത്തൃദാസൻ പാസ്റ്റർ KJ തോമസ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ആത്മീയ ശുശ്രൂഷകൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുകയാണ്. ബഹുമാന്യായ പാസ്റ്റർ സുഗു K. തോമസ്, ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട ബേബി പാസ്റ്റർ, കർത്തൃവേലയിൽ അധ്വാനിക്കുന്ന സഹപ്രവർത്തകരായ നിരവധി ദൈവഭൃത്യന്മാർ, പ്രാർത്ഥനാപൂർവം കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സദസ്, നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നമ്മുടെ കർത്താവ് തേജസ്സോടെ ഇന്ന് രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കും. ഇന്ന് രാത്രി ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടക്കുന്ന രാത്രിയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ യോഗം. ഇന്ന് രാത്രി യുദ്ധം ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇവിടെ ഉയരണം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാണ്. എല്ലാ നാവിൽ നിന്നും ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാൻ പാറ നയത്തിലിരുന്നാലും ദർശനം അകത്തു പ്രാപിച്ച ഒരു ദൈവപൈതലിന് ഇന്ന് രാത്രി കർത്തൃസന്നിധിയിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇവിടെ ഇന്ന് രാത്രിയിൽ രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയാകട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ആത്മവ്യാപാരത്തിൻ്റെ വലിയ പ്രവാഹം ഇവിടെ പെയ്തിറങ്ങേണ്ടതിന് ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ യുദ്ധം ചെയ്ത് ജാഗരിക്കണം. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാരിൽ നിന്ന് ഞാൻ പ്രാർത്ഥന ക്ഷണിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഞാൻ പ്രാർത്ഥനയുടെ പോരാട്ടം ക്ഷണിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ചില മിനിറ്റുകൾ ജാഗരിച്ച് ഈ സ്തുതിയുടെ ഈ ശബ്ദം ഉയരട്ടെ. കൈ തൊടാതെ ഈ രാത്രി ചില വിടുതലുകൾ ഇവിടെ നടക്കണം. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിൻ്റെ കരം ചില ശരീരങ്ങളെ ഈ രാത്രിയിൽ തൊടുന്ന രാത്രിയാകണം. ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കാൻ അനുവദിക്കാതെ ചില ശരീരങ്ങളെ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ശക്തികളെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കാൽക്കീഴാക്കിക്കൊണ്ട് വചനത്തിൻ്റെ വ്യാപാര ശക്തിയാൽ ചില പ്രിയപ്പെട്ട കെട്ടഴിഞ്ഞ് പുറത്തു വരുന്ന രാത്രിയാകേണ്ടതിന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ അവസരമുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട്ടിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് രാത്രിയിൽ 2:30 ഭവനത്തിൽ എത്തിച്ചേർന്ന് രാവിലെ 8 മണിക്ക് ഒരു സൂം മീറ്റിങ്ങിൽ സംസാരിച്ച് രാവിലെ 10 മണിക്ക് മറ്റൊരു ഡിസ്ട്രിക്റ്റ് കൺവെൻഷനിൽ സംസാരിച്ച് ഉച്ച കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് വൈകിട്ട് ഓടിയെത്തുവാനായിട്ടിടയായി. നാളെ പകൽ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഡിസ്ട്രിക്റ്റ് കൺവെൻഷന്റെ സമാപന സഭായോഗത്തിൽ വചനം പ്രസംഗിച്ച് നാളെ രാത്രിയിൽ ഊരമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട് ബോർഡറിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രകൾ ഉള്ളതുകൊണ്ട് ശാരീരികമായി ബലഹീനതയുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുടെ പ്രാർത്ഥന ഉയർന്നാൽ
ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയാകും. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ കരം ചിലരെ തൊടേണ്ടതിന് നമുക്കൊന്നിച്ച് കർത്താവിനോട് ജാഗരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ആ വലത് കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. പ്രിയപ്പെട്ട സജി പാസ്റ്റർ, സജി മേത്താനം, പ്രിയപ്പെട്ടവൻ, ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ആത്മബന്ധം എനിക്കുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാത്സല്യ കർത്തൃദാസൻ പ്രിയ സഹോദരൻ മുഖാന്തരം പലപ്പോഴും ഈ യോഗത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് അറിയുവാനും ശക്തമായൊരു ആത്മിക മുന്നേറ്റം ഈ പ്രവർത്തനത്തിനുണ്ട് എന്ന് ഗ്രഹിക്കുവാനും ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി സ്വർഗം താണിറങ്ങുന്ന രാത്രിയാകേണ്ടതിന് എല്ലാ ദൈവമക്കളും വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിലത്തെ ആത്മിക ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിൽ കൈമാറി ഒന്നിച്ചൊന്ന് ജാഗരിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അഭിഷിക്തന്മാർ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ രാത്രി കർത്താവേ, നിന്റെ കരം ഇവിടെ ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ, ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ അടയാളത്തോടു കൂടിയ ചില ദൈവപ്രവർത്തികൾ ഈ രാത്രി ഗ്രൗണ്ടിൽ സംഭവിക്കേണ്ടതിന് രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്തൃകരങ്ങളിൽ കൈമാറുകയാണ്. എൻ്റെ ദൈവം അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവർത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങളിൽ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അതങ്ങനെ ഇരിക്കട്ടെ, അതങ്ങനെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഇതുമായി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് ബലം തന്നതോർത്ത് എത്ര ഇരിപ്പിൽ ദൈവമക്കൾ ശക്തിയോടെ ഈ ജീവന്റെ വചനത്തിനായി ശക്തിയോടെ ആ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചാട്ടെ. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല. നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം നിന്റെ പാതയ്ക്ക് ദീപമായി ഇതിൽ നിന്ന് നിരന്തരം വ്യാപരിച്ചുകൊണ്ട് തന്നിരിക്കുന്ന പടവാളാണ് ദൈവത്തിന്റെ വചനം. ശത്രുവിന്റെ തീയമ്പുകളെ തകർക്കാൻ ദൈവം തന്നിരിക്കുന്ന പരിചയമാണ് ദൈവത്തിന്റെ വചനം. ഇരിക്കുന്നത് കസേരകളിലാണെങ്കിലും ഈ വചനത്തിന്റെ വ്യാപാര ശക്തി നമ്മുടെ ഉള്ളറയിലേക്ക് രാത്രിയിൽ പ്രവഹിച്ചാൽ നമ്മുടെ ശരീരത്തിന്മേൽ സൗഖ്യം മാത്രമല്ല, നാളെ നടത്താൻ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം ഈ വചനത്തിന്റെ പുറകിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വ്യാപരിക്കും. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്ത് വേണം ഇന്ന് രാത്രി ഈ വചനം സ്വീകരിക്കാൻ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ മുൻപിലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു വിശിഷ്ട ഗ്രന്ഥം എവിടെയാണ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ആദ്യത്തെ എഴുത്തുകാരൻ മരിച്ചിട്ട് 1.5 സഹസ്രാബ്ദം കഴിഞ്ഞ് ഒടുവിലത്തെ എഴുത്തുകാരൻ ജനിക്കത്തക്ക വിധം ഒരു ഗ്രന്ഥം ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം എഴുതുവാൻ എഴുത്തുകാരെ പ്രേരിപ്പിച്ച ആ പ്രേരക ഘടകത്തിന്റെ പേരാണ്
ദൈവനിശ്വാസ്യത, ദൈവത്തിന്റെ ശ്വസനത്തിൽ നിന്ന് വന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ശ്വസനത്തിൽ നിന്നാണ് ഈ ദൈവനിശ്വാസ്യത പുറപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. എഴുതുവാൻ കരങ്ങളിൽ തൂലികയെടുത്തപ്പോൾ അഭിഷിക്തന്മാരുടെ കരങ്ങളെ പ്രചോദിപ്പിച്ചത് ദൈവനിശ്വാസ്യതയാണ്. എന്നാൽ അവർ ഈ വിഷയം എഴുതുമ്പോൾ അവർക്ക് എഴുതുവാൻ തക്കവണ്ണം കൃത്യത നൽകിയത് ദൈവിക വെളിപ്പാടാണ്, റവലേഷനാണ്. ദൈവിക വെളിപ്പാടുകൾ ആത്മക്കണ്ണുകൾ കൊണ്ട് വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ കണ്ട് ആത്മനിവേശിതമായി അവർ കുറിച്ചതാണ് നമ്മുടെ കയ്യിരിക്കുന്ന ദൈവത്തിന്റെ വചനം. എന്നാൽ ഈ രാത്രി ഞാൻ പറയട്ടെ, നമുക്കിന്ന് രാത്രി ആവശ്യം ദൈവനിശ്വസ്തതയല്ല, നമുക്കിന്ന് രാത്രിയിൽ ആവശ്യം വെളിപ്പാടല്ല, നമുക്കിന്ന് രാത്രി ആവശ്യം ആത്മപ്രകാശനമാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ എത്തി നിൽക്കുന്ന നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ ഗുരുതരാവസ്ഥയിൽ നിന്നോട് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രകാശനം ഈ രാത്രിയിലത്തെ ദൂതിന്റെ മുൻപിൽ വ്യാപരിച്ചാൽ സാധാരണ ഗതിയിൽ നീ എഴുന്നേൽക്കയില്ല. നിന്റെ കൈകൾ കൊട്ട ഒഴിഞ്ഞവളായി ഒരു പുതുബലത്തോടെ എഴുന്നേൽക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ, കർത്താവേ നിന്റെ വചനത്തിന്റെ പ്രകാശനം ഈ രാത്രി എന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന രാത്രിയാക്കണമേ എന്ന്. വിശുദ്ധ ബൈബിളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക്, സ്മൃതിപഥത്തിലേക്ക്, ചിന്താധാരയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമുക്ക് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളും റോമാലേഖനം 8-ാം അധ്യായം 28-29 വാക്യങ്ങളും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. തിമോത്തിയോസിന് ധന്യനായ പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം വായിച്ചാട്ടെ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. ഇനിയും റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 മുതൽ വായിച്ചാട്ടെ. റോമാലേഖനം 8:28 മുതൽ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തി വീശി ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിച്ചേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ വേണം ഈ ദൂത് ഇന്ന് രാത്രിയിൽ കേൾക്കാൻ. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്ക് ഒരു ഏകാഗ്രതയില്ലേ? ആ ഒരു ഏകാഗ്രതയോടെ ഇരിക്കുന്നത് എവിടെയാണെന്നും ആർക്ക് കൊടുക്കാനാണ് വന്നിരിക്കുന്നതെന്നും ഉത്തമ ബോധ്യം ഭരിച്ചാൽ നിങ്ങളുടെ ഏകാഗ്രത വചനത്തിന്റെ മുൻപിൽ ശക്തമാകും. ഇന്ന് രാത്രി നിങ്ങൾ ആരും ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷ പ്രസംഗം കലാപരിപാടിയല്ല. കലാപരിപാടിക്കാരൻ സദസ്സിനെ വല്ലാതെ ചിരിപ്പിക്കും. രാത്രിയുടെ യാമത്തിൽ ഗാഠനിദ്രയ്ക്കിടയിൽ പോലും ഓർത്തോർത്ത് ചിരിക്കാനുള്ള ചിരിമരുന്ന് ഉപയോഗിക്കാൻ കലാപരിപാടിക്കാരന് കഴിയും. എന്നാൽ ഇന്ന് രാത്രി നടക്കുന്നത് കലാപരിപാടിയല്ല. നിങ്ങൾ ഈ രാത്രി നിത്യതയ്ക്കായി കരഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയാകണം. നിങ്ങൾ പോയി കിടന്നുറങ്ങുന്ന ഉറക്കറ നിങ്ങളുടെ മരണയറയായി മാറിയാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ നിത്യതയിലാകത്തക്ക വിധം എൻ്റെ ദൈവം വചനത്താൽ നിങ്ങളെ പണതെടുക്കുന്ന രാത്രിയാകട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ ലാബ് ടെക്നീഷ്യൻ ക്ലാസ് നടത്തുന്ന ഒരു അധ്യാപകൻ ഒരു 10-12 വിദ്യാർത്ഥികളുടെ മുൻപിൽ നിന്ന്
സൂക്ഷ്മതയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ താൻ തൻ്റെ മുൻപിലേക്ക് ഒരു ടംബ്ലറിൽ ഒരു അര ടംബ്ലർ മൂത്രം ശേഖരിച്ചത് എടുത്തു വെച്ചു. സൂക്ഷ്മത എത്ര കൃത്യമായിട്ടാണ് ലാബ് ടെസ്റ്റിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യ ശരീരത്തിൻ്റെ സ്രവങ്ങൾക്കും അതതിൻ്റെതായ ഗന്ധത്തിൻ്റെ പുറകിൽ ഓരോ രോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയും എന്ന് ക്ലാസ് എടുത്തതിന് ശേഷം താൻ കാണിക്കുന്നത് പോലെ തന്നെ സദസ്സും കാണിക്കണം, വിദ്യാർത്ഥികളും കാണിക്കണം എന്ന് താൻ സദസ്സിനോട് പറഞ്ഞിട്ട് താൻ തൻ്റെ ഒരു വിരൽ ഈ ടംബ്ലറിലേക്ക് ഇട്ടു. എന്നിട്ട് അടുത്തത് താൻ ഒരു വിരലെടുത്ത് തൻ്റെ നാക്കിലേക്ക് തൊട്ടു. ഉടനെ തന്നെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തലകുനിച്ചു, ഛേ എന്ന് പറഞ്ഞു. കാരണം മൂത്രം രുചിച്ചു നോക്കാനോ പറ്റില്ല. പക്ഷേ ക്ലാസ്സിലായതുകൊണ്ട്, നിർബന്ധമായതുകൊണ്ട് ഓരോരുത്തരായി താൻ ചെയ്തതുപോലെ ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് എഴുന്നേറ്റ് വന്ന് എല്ലാവരും വിരൽ അതിനകത്തേക്ക് ഇട്ടു, നാക്കിലേക്ക് വെച്ച് രുചിച്ചു നോക്കി. എന്നിട്ട് തല കുനിച്ച് അസ്വസ്ഥതയോടുകൂടെ പോയി സീറ്റിലേക്ക് ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, മണ്ടന്മാരെ, ഞാൻ ടംബ്ലറിലേക്ക് ഇട്ടത് എൻ്റെ നടുവിരലാണ്, ഞാൻ നാവിലേക്ക് വെച്ചത് എൻ്റെ ചൂണ്ടുവിരലാണ്. നിങ്ങൾ ടംബ്ലറിലേക്ക് ഇട്ടത് നിങ്ങളുടെ ചൂണ്ടുവിരലാണ്, നിങ്ങൾ നാക്കിലേക്ക് വെച്ചതും നിങ്ങളുടെ ചൂണ്ടുവിരലാണ്. സൂക്ഷ്മത നിങ്ങൾക്കില്ല എന്നത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി എന്തിനാ തുടക്കത്തിൽ ഇത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വചനത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. കേവലം സ്തോത്രം പറയുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനം ഒന്ന് അടിച്ചു കയറണം. ഈ രാത്രി 9:15 ഈ യോഗം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അസാധാരണ നിയോഗത്തോടുകൂടെ നിങ്ങൾ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കും. തികച്ചും ഏകാഗ്രതയോടെ നിങ്ങൾ ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ക്രൈസ്തവ സഭയുടെ ഏറ്റവും നീചമായ ആക്രമണം നടത്തിയ ഭരണാധികാരി നീറോയാണ്. നീറോയെ പോലെ ഒരു നീചനായ ഭരണാധികാരി ക്രൈസ്തവ സഭാചരിത്രത്തിൽ ഇല്ലെന്ന് വേണം പറയാൻ. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച്, വായിലൂടെ വെള്ളമടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച്, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റി, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്ന് അലറിയടുക്കുന്ന ഘോരജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവരെ കൊന്നുകൂട്ടുന്ന കാലമാണ് അക്കാലം. ഞാനൊരു ദൂത ആമുഖത്തിൽ പറയട്ടെ, അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കാൽത്തളയ്ക്കോ തോക്കിൻ കുഴലിനോ ഈർച്ചവാളിന്റെ മൂർച്ചയുള്ള മുനയ്ക്കോ തകർക്കാൻ കഴിയുന്നതല്ല ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ബോധ്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ 1 മിനിറ്റ് ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് കരമടിച്ച്, ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഹന്നാനെ ഗണഹസ്തം ചെയ്താൽ, അവന്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ അന്നത്തെ അധികാരികൾ വിജയിച്ചു എന്നല്ലേ വിചാരിച്ചത്. പക്ഷേ അഭിഷിക്തന്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരില്ല. പ്രസംഗത്തിന്റെ ആകെ പൊരുൾ പുറകെ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറിയിൽ തകർത്താൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച്, സാമ്രാജ്യ ശക്തികളെ നിങ്ങൾ അവന്റെ കുഴിമാടത്തിന് കാവൽ നിന്നാൽ കല്ലറ കൊണ്ട് അവന്റെ പ്രസംഗം തീരില്ല. അവൻ കല്ലറയെ ഭേദിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറയിച്ചുകൊണ്ട് കല്ലറ കാലിയാക്കി ഉയർത്ത ഒരുവനെ ചരിത്രം കണ്ടിട്ടുള്ളൂ. അത് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അവനിവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. അവനിവിടുന്ന് പോയാൽ സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവേ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ.
ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്? ഇടിക്കാൻ കരങ്ങളിൽ ആയുധം എടുത്തവനെ കൊണ്ട്, ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്തോട്ട് ഈ വചനം വ്യാപരിക്കട്ടെ. ഇടിക്കാൻ കരങ്ങളിൽ ആയുധം എടുത്തവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. തകർക്കാൻ മുൻപിൽ ഇറങ്ങിയവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ആ കർത്തൃദാസന്റെ കഴുത്ത് ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് കുനിച്ചു നിർത്തി വെട്ടിമാറ്റി. പ്രസംഗം തീർന്നില്ല. അതിന്റെ പുറകെ ഒരു തിമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ ഉമിത്തിയിൽ വെട്ടിക്കൊന്നു. പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരെല്ലാവരും തിരശീലയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞു. പ്രസംഗം തീർന്നില്ല. കെ ഇ എബ്രഹാമിനെ പോലെ, കെ വി സൈമണെ പോലെ, സി എസ് മാത്യുവിനെ പോലെ അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരെല്ലാവരും തിരശീലയ്ക്കപ്പുറത്തേക്ക് പോയി. പ്രസംഗം തീർന്നില്ല. സാധുക്കളായി ഞങ്ങളെ ഈ വേദിയിൽ ദൈവം നിർത്തി പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കില്ല. ശുണ്ടിത്തരങ്ങൾ കാട്ടിക്കൊണ്ട് ഈ യോഗത്തിനകത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ ജീവന്റെ വചനവുമായി അടുത്ത വേദികളിൽ നിർത്താൻ കഴിവുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആത്മാവിൽ പറയണം. ഒരധികാരത്തിനും ഒരു ചങ്ങലയ്ക്കും ഒരു കാരാഗ്രഹത്തിനും ഒരു കൽത്തളത്തിനും തകർക്കാൻ കഴിയാത്തതാണ് കൃപ ലഭിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ രാത്രി ഈ ജീവന്റെ വചനം മേത്താനത്ത് വ്യാപരിക്കുന്നു. ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്നിച്ച് ശബ്ദമുയർത്തി പറയുന്നു. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ക്രൈസ്തവ സഭാചരിത്രം കടന്നുപോയതിൽ വെച്ചും ഏറ്റവും നീചമായ ആക്രമണത്തിലൂടെ കടന്നുപോയ ആ നീറോയുടെ കാലഘട്ടം, ഒരൽപ്പം ചരിത്രം എൻ്റെ സഹോദരങ്ങൾ ഗ്രഹിക്കണം. ഒരൽപ്പം ചരിത്രം. ലോക ചരിത്രത്തിലെ ക്രൈസ്തവ സഭയെ കൊടിയ ഉപദ്രവത്തിലേക്ക് തള്ളിവിട്ട നീറോ ഒരു മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗി എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ അയാൾ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. 2 ഭാര്യമാരെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. സ്വന്തം അമ്മയെ അദ്ദേഹം സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരു തരം മനോരോഗമാണ് ഇയാളെ ബാധിച്ചിരിക്കുന്നത്. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അയാളുടെ ചെറുപ്പ സമയം കൊട്ടാരത്തിന്റെ ചുറ്റും ഓടി നടക്കുന്ന കുട്ടിക്കാലത്ത് കൊട്ടാരത്തിന്റെ മുൻപിലെ പൂന്തോട്ടത്തിൽ നിന്നും തുമ്പികളെ പിടിച്ച് കമ്പി കൊണ്ട് തുമ്പികളുടെ ദേഹം കുറുക മുറിച്ചതിന് ശേഷം അത് ജീവന് വേണ്ടി പിടയുമ്പോൾ കൈകൊട്ടി ചിരിക്കുന്ന ഒരു പ്രകൃതം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ അവസാന ഘട്ടം ക്രൈസ്തവരെ കൊല്ലുമ്പോൾ ക്രൈസ്തവരെ ഇരുമ്പ് തൂണിൽ മെഴുകുശീലകൾ ചുറ്റി കെട്ടി നിർത്തിയതിന് ശേഷം പൂർണ്ണമായും വിവസ്ത്രനായി അദ്ദേഹം ഈ പൂന്തോട്ടത്തിലോട്ട് കയറി എല്ലാവരുടെയും ശരീരത്തിന് ചിതയ്ക്ക് തീ കൊടുത്തിട്ട് ആ ശരീരം പിടയുമ്പോൾ അതിനകത്തുകൂടെ വിവസ്ത്രനായി ഈ മരണപ്പിടച്ചിൽ കണ്ട് ആസ്വദിച്ച് നടക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയാൾ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അയാളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു റോമ പട്ടണത്തെ നയനമനോഹരമായി പുനർനിർമ്മാണം ചെയ്യുവാൻ. ടൈബർ നദിയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന റോമ പട്ടണം നന്നായി പണിയാൻ ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കി. പക്ഷെ ഒരു തടസ്സമുണ്ട്. അതിൽ പാർക്കുന്ന സാധാരണക്കാർ ഒഴിഞ്ഞു തരില്ല. അവരെ ഒഴിക്കാൻ ഒരു പട്ടാപ്പകൽ റോമ പട്ടണത്തിന് അയാൾ തീ കൊടുപ്പിച്ചു. തീ പിടിച്ച റോമ പട്ടണം മാനം മുട്ട കത്തുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും ജീവന് വേണ്ടി അലറിക്കൊണ്ട് കൊട്ടാരത്തിന് മുൻപിലുള്ള ഭാഗത്ത് എരിഞ്ഞമരുമ്പോൾ പുരുഷന്മാർ അതിഭയങ്കരമായ അക്രമാസക്തരായി ഈ കൊട്ടാരത്തിന് നേരെ ഇരമ്പി അടുക്കുകയാണ്.
അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ആക്രമണം നടക്കാൻ തുടങ്ങുകയാണെന്ന്. ഇദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു. എന്താ തന്ത്രമെന്ന് അറിയാമോ? ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവരിവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതോടുകൂടെ സകല ആളുകളുടെയും വൈരാഗ്യം ക്രൈസ്തവരോടായി. ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലുന്ന സമയമാണ്. അവസാനം 2 കർത്തൃദാസന്മാരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് പത്രോസിനെ അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ അറസ്റ്റ് ചെയ്ത് മർമാട്ടിൻ ഗുഹയിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ആ രംഗം നിങ്ങളൊന്ന് കാണണം. ചരിത്ര പ്രസിദ്ധമായ വിസ്മൃതികൾ പേറി ഇന്നുമുള്ള ഒരു ഗൗരവമേറിയ സംഭവ പരമ്പരകൾ നടന്ന മുറിയാണ് മർമാട്ടിൻ ഗുഹാമുറി. ഒരു വശത്തുകൂടെ അതെ കൂലം കുത്തി പതഞ്ഞ് നുരഞ്ഞ് ടൈബർ നദി ഒഴുകുകയാണ്. അതിന്റെ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കരിമ്പാറയുണ്ട്. ആ കരിമ്പാറയിൽ താഴേക്ക് കൊത്തിയിറക്കി പണിത ഒരു ഗുഹയാണ് മർമാട്ടിൻ ഗുഹ. അതിനകത്താണ് ഈ കർത്തൃദാസൻ പൗലോസ് അവസാന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുകളിൽ കൂടി അടയ്ക്കുന്ന ഒരു കൽപ്പാളിയുണ്ട്. അതിനകത്തുകൂടെയാണ് കുറ്റവാളികൾ അപ്പം ഇട്ടുകൊടുക്കുന്നത്. ഇതിനകത്ത് ആ ഗൗരവമേറിയ ഗുഹയുടെ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കൽക്കഷണമുണ്ട്. ആ കൽക്കഷണത്തിൽ കയറിയിരുന്നാൽ മുകളിലൂടെ ഇട്ടുതരുന്ന അപ്പക്കഷണങ്ങൾ വാങ്ങി സ്വീകരിക്കാൻ കഴിയും. അവിടെ കയറിയിരുന്നാണ് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി കത്തുകൾ പൗലോസ് മറ്റുള്ളവർക്ക് എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. മരണവിധം എങ്ങനായിരിക്കും എന്ന് തനിക്ക് മനസ്സിലായി. തൻ്റെ മരണം സപ്രപഞ്ച കട്ടിലിൽ കിടന്നല്ല. തൻ്റെ മരണം 4.5 അടി പൊക്കമുള്ള ഒരു കൽത്തൂണിലേക്ക് തല ചായ്ച്ചുകൊണ്ടാണ് എന്ന് തനിക്ക് മനസ്സിലായി. തൻ്റെ മരണം കഴുത്തു മുറിയുന്ന ചോര മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകി വീഴും എന്ന ബോധ്യത്തോടുകൂടെ തൻ്റെ മരണത്തെ പാനീയ യാഗബലി എന്ന് ഈ ദൈവദാസൻ സൂചിപ്പിച്ചു. തൻ്റെ മരണം ഒരു യാത്രയ്ക്ക് ശേഷമായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തൻ്റെ മരണത്തെ ഓട്ടത്തോട് താൻ തുലനപ്പെടുത്തി അവസാന മിനിറ്റുകളിലേക്ക് അദ്ദേഹം അടുക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് എന്നോടൊപ്പം ആ മർമാട്ടിൻ ഗുഹ വരെ ഒന്ന് കടന്നുപോയി ആ രംഗം ഒന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ സമയം, മരണസ്ഥലം മനസ്സിലായി, മരണസമയം മനസ്സിലായി, മരണവിധം മനസ്സിലായി. ഈ സമയം ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ആ ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ട് കയറി നിന്ന് തൻ്റെ മുകളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽച്ചുരുൾ ഒന്ന് നിരത്തി വെച്ച് അഭിഷേകത്തിന്റെ അധികാരത്തോടെ ആത്മാവിൽ താൻ കുറിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിനു മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ആ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. പൗലോസേ, നിനക്കവിടെ പുതയ്ക്കാൻ പുതപ്പില്ലേ പൗലോസേ? നിങ്ങൾ ഓർക്കണം, യൂറോപ്പിന്റെ കൊടിയ ശൈത്യം സാധാരണ ശൈത്യമല്ല. മാംസം മരവിക്കുന്ന, അസ്ഥി കോച്ചുന്ന തണുപ്പാണ്. അത് അടുത്തു വരാൻ തുടങ്ങുകയാണ്. കുറിക്കുകയാണ്, കുഞ്ഞെ, എനിക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പില്ല, കൊടും ശൈത്യമാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ എൻ്റെ സദസ്സിനോട്, പുതയ്ക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയോ? അത് പുതയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയോ? ചരിത്രം നിങ്ങൾ അറിയണം. പുതയ്ക്കാൻ പോലും ഒരു ഭാഗ്യം കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കർത്തൃദാസന്റെ കൈകളിൽ കത്ത് കിട്ടിയപ്പോഴേക്കും വളരെ താമസിച്ചു പോയി. ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ അനുവദിക്കാതെ കർപ്പോസിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്ന ഈ ദൈവദാസന്റെ അടുക്കലെത്താൻ
പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഒരു കെട്ടായി വാരിക്കെട്ടി തലയിൽ വെച്ച് ദിവസങ്ങൾ മുള്ളും മുരടും മലയും ചവിട്ടി ചവിട്ടി തിമത്തിയോസ് റോമിലെത്തി. ചോദിച്ചു, പൗലോസിനെ അറിയുമോ? അതിനെക്കുറിച്ചൊരു വിശകലനം ചരിത്രം കൊടുത്തിട്ടുണ്ട്. ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും പീഡന താടനങ്ങളാൽ ശരീരം ബലഹീനതയിൽ മുൻപോട്ട് കുനിഞ്ഞ് കാലുകൾ തമ്മിൽ വളഞ്ഞു പോയ വൃദ്ധനായ ഒരു പടുകിളവനായ കൂനിപ്പോയ ബലഹീനൻ. അറിയുമോ? നിങ്ങൾ ആർക്കെങ്കിലും അറിയുമോ? ഒരു സഹതടവുകാരൻ പറഞ്ഞു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എന്റെ പേരാ തിമത്തിയോസ്. നിന്റെ അപ്പനായിരുന്നു പൗലോസ്? അതെ, എന്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഗുഹയിൽ അപ്പുറം ഇപ്പുറം ബന്ധിക്കപ്പെട്ടവരാണ്. നിന്നെ ഓർത്തെന്നും രാവിലെ എന്റെ മകൻ തിമത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല, അവൻ വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. നീ വരുമ്പോൾ നിന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദുഃഖ സത്യം നീ അറിയണം. നീ ഇന്നിപ്പോൾ വന്നു, ഇന്നലെ അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് സദസ്സിനെ സാക്ഷിയാക്കി ഒരു ചന്തസ്ഥലത്ത് നടന്നു കഴിഞ്ഞു. കയ്യിലെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും തെറിച്ചു. ആ നിലത്തോട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട്, എന്റെ പിതാവേ പൗലോസേ, എന്റെ പിതാവേ പൗലോസേ, ഞാൻ അങ്ങയെ ഇനിയും എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് തിമത്തിയോസ് അലറിക്കരഞ്ഞതായിട്ടാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം 27-ാം തീയതി AD 68 മരണം സംഭവിച്ചു. 28-ാം തീയതി പുതപ്പും പുസ്തകങ്ങളുമായി തിമത്തിയോസ് അതേ റോമിലെത്തി. പുതപ്പ് പുതയ്ക്കാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? ഭൗതിക നേട്ടങ്ങളെ പർവ്വതീകരിച്ച് ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഇലക്ട്രോണിക്സ് ഉണർവുകളുടെ കാലത്ത് പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച ജീവന്റെ വചനത്തെ മാറോടടുക്കിപ്പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവവൈതൻ ഇവിടെയുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കൈകെട്ടി വാപൂട്ടി മൗനമായിട്ടല്ല, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എന്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധനയുടെ പുറകിലും ഒരു കരം ചലിക്കുന്നുണ്ട്. ഇന്നത് തിന്മയായി തോന്നിയാലും എന്റെ ദൈവം എനിക്ക് ഒടുവിൽ അത് നന്മയാക്കി മാറ്റുമെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പാതാള ഗോപുരങ്ങൾ കേൾക്കേ, നരക കവാടങ്ങൾ കേൾക്കേ, സാത്താന്റെ ഒടുങ്ങ പക കേൾക്കേ, ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ട് പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കുന്ന തിന്മ അതിൽ തന്നെ തിന്മയാണെങ്കിലും എന്റെ ദൈവം എനിക്ക് ഒടുവിൽ അത് നന്മയ്ക്കാക്കി മാറ്റും. ഈ ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തിപ്പറ, എന്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടകന ഉദരാദിഗജകൾ ഘടകരാദിഗനയാരകനക. ഈ രാത്രി ഈ ദൂത് ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് സ്റ്റേജിലും സദസ്സിലും തട്ടി ഉണർത്തുകയാണ്. നിന്റെ ശരീരത്തിന്മേൽ അസാധാരണമായ അഭിഷേകം ഇന്ന് രാത്രിയിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ സംഭവിച്ച ചില അനർത്ഥങ്ങൾ, നിന്റെ തലമുറയ്ക്ക് സംഭവിച്ച ചില ദുരിതങ്ങൾ, നിന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ബലഹീനതകൾ, നിന്റെ ആയുസ്സിന് നേരെയുള്ള ചില പോരാട്ടങ്ങൾ, അത് വിരൽ ചൂണ്ടി കൊണ്ട് അപമാനിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ എന്റെ കഷ്ടതയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. ഇന്ന് എനിക്കത് തിന്മയാണെങ്കിലും എന്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ എന്റെ ദൈവം നന്മയ്ക്കാക്കി
അത് മാറ്റുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ഈ ഗ്രൗണ്ടിലിരുന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ദൈവം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത, ഈ രാത്രി ഏറ്റവും പുറകിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ മുതൽ ഏറ്റവും മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ചില പ്രിയപ്പെട്ടവർ വരെ ഈ ദൂതിന് മുൻപിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തോളിൽ തട്ടി ഒരു ആലോചന വിളിച്ചു പറയുന്നു, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ വില. യേശുവിന്റെ നാമത്തിൽ ജയം. നിത്യതയിൽ വില. ഒരു ദിവസം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ സ്വർഗത്തിന്റെ പൊൻതളങ്ങളിൽ തേജസ്സിന്റെ പുത്രന്മാരായി എത്തുമ്പോൾ നീ അനുഭവിക്കുന്ന റോസാപ്പൂക്കളല്ല നിന്നെ അവിടെ അംഗീകാരമുള്ളവനാക്കുന്നത്, നീ സഹിച്ച മുള്ളുകളായിരിക്കും നിന്നെ അവിടെ അംഗീകാരമുള്ളവനാക്കുന്നത്. അതുകൊണ്ട് രാത്രി അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കളെ മാത്രം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ സഹിക്കുന്ന മുള്ളുകളുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന ബോധ്യത്തോടെ വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന പോരാട്ടത്തിന്റെ പുറകിൽ ഞാൻ അറിയാത്ത കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഇന്ന് രാത്രി ദൂത പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിന് മീതെ ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുകയാണ്. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. ചില പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിൽ ദർശനം വ്യാപരിക്കുന്നു. ചില ചെവികളിൽ ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം മുഴങ്ങുകയാണ്. അന്ധകാര ശക്തികൾ ചിലതിനെ ശാസിക്കാനുള്ള അധികാരം അഭിഷിക്തരുടെ നാവിൽ ദൈവത്തിന് ആത്മാവ് പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു ക്ഷുദ്രപ്രയോഗം, ഒരാഭിചാരത്തിനും ഒരേലസിനും ഒരു തകിടിനും ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും തകർക്കാൻ കഴിയാത്ത ഒരു മഹത്തായ പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ടെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഈ കൺവെൻഷന്റെ രാത്രിയിൽ ആത്മാവിൽ സ്തോത്രം ചെയ്തിട്ട് പറയണം, പിതാക്കന്മാർ കടന്നുപോയത് കഷ്ടതയുടെ വഴിയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കുന്നത് നന്മയായാലും തിന്മയായാലും എന്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പ്രതികരിക്കട്ടെ. വന്ന ആളിന്റെ വിശകലനത്തിൽ മരണം ഇങ്ങനെയായിരുന്നു. പൗലോസിന്റെ മരണത്തെക്കുറിച്ച് സഹതടവുകാരൻ പറഞ്ഞ റിപ്പോർട്ട് ഒരു ചരിത്രത്തിൽ നിന്നും ഞാൻ അതുപോലെ ഉദ്ധരിക്കാം. മതപരിവർത്തനത്തെ ഭയപ്പെടുത്തി തടയണം എന്ന ലക്ഷ്യത്തോടുകൂടെ പൗലോസിന്റെ ശിരച്ഛേദം ഒരു ശ്രദ്ധേയമായ പിരമിഡിന്റെ ചുവട്ടിലെ ചന്ത ദിവസമാണ് പ്ലാൻ ചെയ്തത്. മാസത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പ്രസിദ്ധമായ ഒരു ചന്ത. 10,000 ആളുകൾ ആ ചന്തയ്ക്ക് അവിടെ കൂടാറുണ്ട്. അന്ന് 10ഓളം പടയാളികൾ ഈ കുഴിയുടെ കരയിൽ വന്നു. കുഴിക്കകത്ത് നിന്നും പൗലോസിനെ ചങ്ങലയിട്ട് മുകളിലോട്ട് വലിച്ചു കയറ്റി ബലഹീനനായ ദൈവഭൃത്യനെ നടുക്ക് നിർത്തി. 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു. 2 പടയാളികളുടെ കൈകളോട് ഇദ്ദേഹത്തിന്റെ കൈകൾ ചങ്ങലയ്ക്കിട്ടു. ഒരു രാഷ്ട്രീയ ഘോഷയാത്ര പോകുന്നത് പോലെ ഈ 11 പടയാളികൾ മുൻപിൽ നിന്ന് നടുക്കി ദൈവദാസനെ നിർത്തി. പുറകിൽ പടയാളികൾ അണിനിരന്ന് നേരെ ഈ ഗ്രൂപ്പ് ചന്തസ്ഥലത്തോട്ട് കയറി. ചന്തസ്ഥലത്തോട്ട് കയറിയപ്പോൾ രംഗം കാണാൻ കൊതിയുള്ള ചന്തയ്ക്ക് വന്ന 10,000 100 ആളുകൾ പുറകിൽ കൂടി. റോമൻ ദേവന്മാരെ അപമാനിച്ചവൻ എന്ന് മുദ്ര കുത്തിയത് കൊണ്ട് കൊല്ലുക കൊല്ലുക എന്ന് ആർത്തു വിളിച്ച് ഇലത്തലപ്പുകൾ പറിച്ചു മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണുവാരി മുകളിലേക്ക് എറിഞ്ഞ് നൃത്തം ചെയ്ത് അട്ടഹസിച്ചുകൊണ്ട് ഒരു വലിയ ജനസമൂഹം പുറകിൽ അടുക്കുകയാണ്. 5 പടയാളികളുടെ നടുവിൽ ഈ കർത്തൃദാസൻ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് 2.5 മൈൽ ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ കാൽനടയായി നടത്തിക്കൊണ്ടു പോകണം. ഈ യാത്രയ്ക്കിടയിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട്. മതപരിവർത്തനം നടത്തിയാൽ ഇതായിരിക്കും കിട്ടുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ യാത്രയിൽ ഞാൻ ഇന്ന് രാത്രിയിൽ മേത്താനം കൺവെൻഷനിൽ നിന്നുകൊണ്ട്
പൗലോസിന്റെ മനസ്സിലേക്കൊന്ന് എത്തി നോക്കുകയാണ്. എന്താണ് ആ മനസ്സിൽ തുള്ളി തുടിച്ച ചിന്തകളെന്ന് നിങ്ങൾക്കറിയാമോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച ദൈവദാസന്റെ ഉള്ള് ആത്മാവിൽ കത്തി ഉയരുകയാണ്. ഞാൻ നിങ്ങളിൽ എല്ലാവരെക്കാളും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവദാസന്റെ നാവുകളിൽ അന്യഭാഷയുടെ ശബ്ദം ഉയരുകയാണ്. ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ ചുവടുകൾ വെച്ച് ദമസ്കോസിന്റെ പടിവാതുക്കൽ തേജസിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത അരുമനാഥനെ ഇനി അധികം താമസിക്കാതെ നേരിട്ട് കാണുന്ന ശുഭരംഗം ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ആ ദൈവദാസന്റെ കാലുകൾക്ക് വേഗത വർദ്ധിക്കുകയാണ്. സ്തോത്രം. ആ കുലനിലത്തേക്ക് ഈ ദൈവദാസൻ എത്തിക്കഴിഞ്ഞു. മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലോട്ടൊന്ന് കയറി ഇറങ്ങി. പ്രവാചകനും ദർശകനും എഴുത്തുകാരനും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചവനുമായ ദൈവഭൃത്യന്റെ ശിരസ് മൂന്നിടത്ത് തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. ആ ഭക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയായി. ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ലെങ്കിലും നിത്യത കൈവിട്ടു പോകാതെ വീട്ടിലെത്തി. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്റെ മുൻപിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഒന്ന് ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനകത്ത് ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ബധിര കർണങ്ങളിൽ ഈ വചനം വ്യാപരിക്കാൻ കഴിയില്ലെങ്കിലും ആത്മമണ്ഡലം കൊതിക്കുന്ന ചില അഭിഷിക്തന്മാർ ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടൻ അത് ബന്ധനമാണെന്നും ശാപമാണെന്നും പറഞ്ഞ് നിന്റെ ജീവിതത്തെ മുതലെടുക്കുന്ന ശക്തികൾക്ക് നടുവിൽ, എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പോരാട്ടങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം എന്റെ ജീവന്റെ പുറകിലുണ്ട്, എന്റെ അപ്പച്ചൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പറയണം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ ദൂത് കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ പറയണം, ഈ മുള്ളിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഈ കർത്തൃദാസൻ ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ വാക്യം, ഒരു അഭിഷിക്തനായ ദൈവദാസൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ആ വാക്യം ശരിയാണോ സാറേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? ഇപ്പം ആക്സിഡന്റും ക്യാൻസറും മാനസിക തകർച്ചയും പ്രതിസന്ധികളും എല്ലാം നന്മയ്ക്കാണോ? അപ്പോൾ ആ കർത്തദാസൻ പറഞ്ഞ മറുപടി കേൾക്കണം. ഈ തീരത്ത് തിന്മയായി തോന്നിയാലും നിത്യതയുടെ തീരമണയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ തിന്മയ്ക്കകത്തിന്റെ ദൈവം ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ടെന്ന്. കരമൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? കരമൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ വചനം കയറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാവം കൊണ്ടറിയാം. ഈ രാത്രി ഈ ദൂത് അകത്തോട്ട് വ്യാപരിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെയുണ്ടോ? എത്ര വലിയ പ്രതിസന്ധി നീ അഭിമുഖീകരിക്കേണ്ടി വന്നാലും എൻ്റെ അപ്പച്ചൻ അറിയാതെ അത് സംഭവിക്കില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. തിരശീലയുടെ പുറകിൽ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യപരിപാടികളെ തകർക്കാൻ ലോകത്തിലെ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയുകയില്ലെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ ചില വ്യക്തികളോട് ദൂത് പരിശുദ്ധാത്മ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകിയ ഇന്ന് രാത്രി
രാത്രിയിൽ വിളിച്ചു പറയാനുള്ള പ്രകാശനത്തിൽ വിളിച്ചു പറയുന്നു, നീ സഹിക്കുന്ന പ്രതിസന്ധി നിന്റെ തകർച്ചയാണെന്ന് ലോകം വിധി എഴുതുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരമാണ് അതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ഭാവി മാറ്റാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ആ കരത്തെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഗ്ലോറി. ഞാൻ ചോദിക്കട്ടെ, സാധാരണ നിലയിൽ ശവമടക്ക് നടത്തുന്ന ദൈവദാസന്മാരാണ് ഇവിടെ ഉള്ളത്. ചുമതലയുടെ ഭാഗമായി പലവട്ടം അത് നടത്തേണ്ടി വരുമ്പോൾ ചില ശവമടക്കിന്റെ സമയം അവസാനം കർമ്മം നിർവഹിക്കാൻ ചില പ്രത്യേക ശുശ്രൂഷകൾ തൃത്വം ഉദ്ധരിച്ച് നിർവഹിക്കുമെങ്കിലും കരഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എന്താ കരഞ്ഞു പോകുന്നറിയാമോ? വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിച്ച് ചുളിഞ്ഞു കുത്തിക്കൂടി ബലഹീനനായ ഒരു വൃദ്ധന്റെ മരണത്തിലല്ല, ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ തോളിലേറ്റ് ഒരു യുവതി ഏകയാക്കിക്കൊണ്ട് അവളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി അലറിക്കരയുമ്പോൾ ഒരു യൗവനക്കാരന്റെ ഡെഡ് ബോഡിയുടെ മുഖം മൂടുന്ന രംഗമുണ്ടായാൽ ശുശ്രൂഷ കർമ്മം നമ്മൾ നിർവഹിക്കേണ്ടി വന്നാലും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്. യൗവനക്കാരുടെ ഡെഡ് ബോഡിയുടെ മുഖം മൂടുന്ന അവസാനത്തെ കല്ലറയ്ക്കല രംഗത്ത്, സ്തോത്രം, അലറിക്കരയുന്ന ഈ യുവതി തന്റെ കയ്യിൽ ഒരു പിഞ്ച് കുഞ്ഞുണ്ടെങ്കിൽ, അതും ആൺതരിയാണെങ്കിൽ, അതിനെ കെട്ടിപ്പിടിച്ച് അലറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയാതെ ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഈ അമ്മ ആൺകുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് നിങ്ങൾക്കറിയാമോ? അതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. കുഞ്ഞേ, എന്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാണ്, പക്ഷെ ഞാൻ അനാഥയല്ല. എന്നെ മരണം വരെ നോക്കാൻ എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞ് എനിക്കുണ്ട്. അതാണ് ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് മരണസമയത്ത് അമ്മമാർ അലറുന്നതിന്റെ പുറകിലെ മനഃശാസ്ത്രം. ഞാൻ എന്നാൽ നിങ്ങളെ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോകാം. ആദ്യം ഭർത്താവിന്റെ ഡെഡ് ബോഡി പുറത്തു പോയി, സ്തോത്രം, തൊട്ടുപുറകെ വൈധവ്യത്തിന്റെ വേദന അനുഭവിച്ച ഈ സാധു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് 2 ആൺമക്കളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തു പോയി. 3 ഡെഡ് ബോഡികൾ ഒരു വീട്ടിൽ നിന്നും പുറത്തു പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്തു പറയും? മുടിഞ്ഞു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല. മംഗളോൻ, കില്ലിയോൻ, എലിമലേക്ക് ഈ 3 ബോഡികൾ പുറത്തു പോയ വീട്ടിൽ നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ. അത്യുന്നതനെങ്കിൽ അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന നവോമി, നിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കില്ല. എന്റെ ദൈവത്തിന്റെ കരമാണ് നിന്റെ പുറകിൽ ചലിക്കുന്നതെങ്കിൽ ദാവീദിന്റെ വല്യപ്പച്ചനെ മടിയിൽ കിടത്തിക്കൊണ്ട് യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കത്തക്ക വിധം നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ കഴിവുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന ബോധ്യം ഇന്ന് രാത്രി ഈ കൂരയ്ക്ക് കീഴിലിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തെ ഭരിച്ചാൽ ഒരു ചെറിയ സ്തോത്രം കൊണ്ട് അവസാനിപ്പിക്കരുത്, ഒരു ചെറിയ കയ്യടി കൊണ്ട് തീർക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ പൈശാചിക ശക്തികൾ കേൾക്കെ ആത്മാവിൽ ആരാധിക്കുന്ന നീ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കുന്നു. ഇന്നത് തിന്മയാണെങ്കിലും എന്റെ ദൈവം എനിക്ക് ഒടുവിൽ അത് നന്മയ്ക്കാക്കി മാറ്റും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന പരിശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഈ മേത്താനം മുഴങ്ങത്തക്ക വിധം നീ തലമുടി അഴിച്ചിട്ടൊരു ഭ്രാന്തിയെ പോലെ ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കണമെന്ന് കൊതിക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ ആത്മീയ ആരാധന കണ്ട് ലജ്ജിക്കത്തക്ക വിധം ഒരു ദൈവശക്തി നിന്റെ മേൽ പ്രവഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, അത് തിന്മയ്ക്കാണെങ്കിലും അത് നന്മയ്ക്കായി പരിണമിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു.
രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. എങ്കിൽ നിന്റെ കഷ്ടതയുടെ പുറകിലും ഒരു കരം ചലിക്കുന്നുണ്ട്. അത് തിന്മയല്ല, ഒടുവിൽ അത് നന്മയാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. എന്റെ ജീവന്റെ പുറകിലെ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നത് ഞാൻ ആത്മബലത്തോടെ കാണുകയാണ്. മീൻകറി വെക്കാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്കേ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നവരിൽ സഹോദരിമാരായിരിക്കും ഭൂരിപക്ഷം. പുരുഷന്മാരായ ഞങ്ങളും മീൻകറി വെക്കും. ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പോൾ നമ്മളും മീൻകറി വെക്കും. മീൻകറിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? മുളക് പൊടി ഉണ്ട്, അല്ലേ? ഒഴിവാക്കാൻ ഒക്കില്ല. ഇഞ്ചിയുണ്ട്, ഒഴിവാക്കാൻ ഒക്കില്ല. ഇനിയും വെളുത്തുള്ളിയുണ്ട്, ഒഴിവാക്കാൻ ഒക്കില്ല. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, വെളുത്തുള്ളി അതിൽ തന്നെ കടിച്ച് ചവച്ചരച്ച് തിന്നാൻ രുചിയാണോ? മുളക് പൊടി അതിൽ തന്നെ നാവിലിട്ട് നുണയാൻ രുചിയാണോ? സ്തോത്രം. ഇഞ്ചി അതിൽ തന്നെ ചവച്ചരച്ച് തിന്നാൻ രുചിയാണോ? അല്ല, അത് ചവർപ്പും ചാരരസവുമാണ്. അത് അതിൽ തന്നെ ചവച്ചരച്ച് തിന്നാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മീൻ കഷണവുമായി കൃത്യ അനുപാതത്തിൽ അടുപ്പിലിരുന്ന് യോജിച്ച് അത് ചാറുകുറുകി തിളച്ചു കയറി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ രുചിപ്രദമായ മീൻകറിയായി രൂപാന്തരപ്പെടുന്നത് പോലെ ഇന്ന് നീ അനുഭവിക്കുന്നത് അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ പ്രോസസ്സിനകത്തൂടെ കടന്ന് കയറി കഴിയുമ്പോൾ എൻ്റെ ദൈവം ഒടുവിൽ അത് നന്മയ്ക്കാക്കി മാറ്റും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തി പറയണം, ഇന്ന് എനിക്കത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ, അവിടുത്തെ വചനത്തിന്റെ വ്യാപാര ശക്തി ചില വ്യക്തികളെ ഇന്ന് രാത്രി തൊടുമ്പോൾ, അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് രാത്രി ദൂതിൽ ഇടപെടുകയാണ്. ഇത് അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എന്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അതിനു വേണ്ടിയാണ് നിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുയരുന്നത്. ഹബ്ദൽ ഘടകനാധികജകൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവർ സ്തോത്രം ചെയ്തില്ലെങ്കിലും മുൻപിലും പുറകിലും ഇരിക്കുന്ന ആളുകൾ ഉറക്കം തൂങ്ങിയിരുന്നാലും ആത്മാവിൽ ആരാധിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇവിടുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ അധികാരം ഇവിടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാക്കി മാറ്റുമെന്ന ബോധ്യത്തോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ നിങ്ങളുടെ നാവുകളിൽ സ്തോത്രത്തിന്റെ ചലനം ഉയരട്ടെ. യേശുവിന്റെ രക്തത്താൽ ചില വ്യക്തികളുടെ കെട്ടുകൾ ഈ രാത്രി പൊട്ടി മാറുകയാണ്. നിരാശയുടെ ബന്ധനങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, എൻ്റെ തലമുറയിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എൻ്റെ ദാമ്പത്യത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, നിന്നെ ദൈവം കടത്തിവിട്ടിരിക്കുന്ന ശോധന അത് തിന്മയാണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ ബലമുള്ള കരം ഉയർന്നു നിൽക്കുന്നു. തിരശീലയ്ക്ക് പുറകിലെ ദൈവത്തിന്റെ പദ്ധതി ഗ്രഹിക്കാൻ എന്റെ കൂടപ്പറപ്പേ നിനക്ക് കഴിയത്തില്ലെങ്കിലും അത് ഒടുവിലത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇത് തിന്മയല്ല, ഇതൊടുവിൽ നന്മ തന്നെ. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, കുഞ്ഞേ, ഈ തീരത്തത് തിന്മയായി തോന്നിയാലും നിത്യതയുടെ തീരമണയുമ്പോൾ അത് നന്മയാണെന്ന് മനസ്സിലാകും. നിങ്ങൾക്കറിയാമോ, അന്ന് വൈകിട്ട് ഭാര്യാസമേതം കാർ ഓടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാറ് ഒരു ആക്സിഡന്റിൽ പെട്ടു. തന്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. അദ്ദേഹത്തെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വാരിയെല്ലുകൾ തകർന്ന് വലിയ ട്രീറ്റ്മെന്റിലാക്കി. സുബോധം തിരിച്ചു വന്നപ്പോ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പ്രത്യേകം പറഞ്ഞു, എനിക്കെന്റെ വേദവിദ്യാർത്ഥികളെ കാണണം. ഉടനെ തന്നെ വേദവിദ്യാർത്ഥികൾ ഈ മുറിക്കകത്തോട്ട് വന്നു.
ആ IC യൂണിറ്റിൽ ചുറ്റും നിൽക്കുമ്പോൾ ഞരങ്ങുന്ന ശബ്ദത്തോടെ ആ കർത്തൃദാസൻ പറഞ്ഞത് കേൾക്കണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എൻ്റെ ശവകുടീരത്തിൻ്റെ തലയ്ക്കരെ കല്ലിൽ അത് എഴുതി വെക്കണം. ഇനി നമുക്ക് നിത്യതയെ വെച്ച് കാണാം. ഈ വചനം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിയിട്ട് പറയണം, എൻ്റെ ജനനത്തിന് മുൻപേ എൻ്റെ ദൈവം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അവിടുന്ന് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇതിന്ന് രാത്രി നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറണമെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം നിങ്ങൾക്കിത് എങ്ങനെയുണ്ടെന്ന്. ഈ പ്രസംഗശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ. അത് ഈ ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗശാസ്ത്ര ഹോമനറ്റിക്സ് പഠിക്കുമ്പോൾ ഞങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സ് പറയുന്ന ഇങ്ങനെ ഭാഷകളെ കുറിച്ചുള്ള പഠനമുണ്ട്. അതിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നയാൾ കാലുമേ കാല് കയറ്റി വെച്ച് മുകളിലത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കൈയും പിണച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ അറിയാതെ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറം ഒരാൾ ചൊറിഞ്ഞാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈ തലയുടെ പിൻഭാഗത്ത് അറിയാതെ പോയി വിശ്രമിച്ചാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കൂടെ വാച്ച് നോക്കിയാൽ നിർത്താറായില്ലയോ ഉപദേശി എന്നാ പറയുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത. ഇപ്പൊ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബോഡി ലാംഗ്വേജിന്റെ ഭാഷ. ഇന്ന് രാത്രി ദർശനം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ അകം കത്തിക്കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ ഭാവമാറ്റം ഉണ്ടാകത്തക്ക വിധം ദൈവാത്മാവ് ഇടപെടും. അതിന് ഇടപെടണമെങ്കിൽ നിന്റെ അകം ആത്മമണ്ഡലത്തിൽ ജ്വലിക്കുന്ന ഒരു രാത്രി മാറണം. ഈ വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുമോ? ഞാനൊരു കൊച്ചുദാഹരണം പറയാം. വാളംപുളി നിങ്ങൾക്കറിയാമല്ലോ, വാളംപുളി. ഞാനിവിടെ നിന്ന് വാളംപുളിയെ കുറിച്ചൊരു വിശദീകരണം അങ്ങ് പറയാം. തവിട്ട് കളറിലുള്ള അതിൻ്റെ തോട് പൊളിച്ചു മാറ്റി ഹൽവയുടെ രൂപത്തിലുള്ള അതിനകത്തെ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഈ ഹൽവയുടെ രൂപത്തിലെ മാതളത്തിൽ ഉരച്ച് ചേർത്ത് പാത്രത്തിൽ നിന്ന് ചൂണ്ടുവിരൽ കൊണ്ട് അതെടുത്ത് നാവിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ ചുണ്ട് നക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്താ കാര്യമെന്നറിയാമോ? ഇത് കേൾക്കുന്ന ഉടനെ തന്നെ ശരീരത്തിൽ ചില കെമിക്കൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഫ്ലൂട്ട് വായിക്കുന്ന ആളിൻ്റെ മുൻപിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിക്കൂടെ വെള്ളം ചാടും. എന്താ കാര്യം? വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്കിഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ മാറ്റമുണ്ടാകും. ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൂത് നിങ്ങളുടെ ഉള്ളിനെ തൊടുന്നെങ്കിൽ നിങ്ങൾക്ക് വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് എന്ന ബോധ്യം അകത്തു ഭരിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ വാ തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരമുയരുകയും അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി നടക്കുകയും ചെയ്യുമെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഈ രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് ലജ്ജ കൂടാതെ തല ഉയർത്തി പറയണം, എൻ്റെ ആയുസിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെ. എത്ര പേരുടെ നാവ് ചലിക്കും ദൈവസന്നിധിയിൽ? എത്ര പേരുടെ നാവ് ചലിക്കും ദൈവസന്നിധിയിൽ? ഇന്ന് രാത്രി യോഗം ആശീർവാദം പറഞ്ഞ് നീ നിന്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി നടത്താൻ എൻ്റെ ദൈവത്തിന്റെ കരമുയരുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. നാളെ നടത്താൻ പിശാച് എൻ്റെ കുടുംബത്തിന് നേരെ കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരമാണ് എൻ്റെ ദൈവത്തിന്റെ ബലമുള്ള കരം എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ രാത്രി ലജ്ജ വേണ്ട. അഭിമാനത്തിന്റെ സകല മുഖം മൂടിയും വലിച്ചു കീറിയിട്ട് ഈ രാത്രി ഇരിക്കുന്ന കസേരയിലിരുന്ന് യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി നിലവിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി ഇടപെടാൻ എൻ്റെ കർത്താവിന് കഴിയും. ഒരു സുവിശേഷകനായ ദൈവദാസൻ പറഞ്ഞ അനുഭവം ഓർക്കുന്നു. അന്ന് വടക്കേ ഇന്ത്യയിൽ കർണാടക മേഖലയിലെ ഒരു വേലസ്ഥലത്തേക്ക് പോകാൻ
പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൊടിയ വിശപ്പ്. തലേ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് താൻ കരയാൻ തുടങ്ങി. കരയുന്നതിനിടയിൽ യേശുവിനോട് താൻ ഇങ്ങനെ സംസാരിക്കുന്നു. യേശുവിനെ തന്റെ ഭാഷയിൽ ഡാഡി എന്ന് വിളിച്ചു. ഡാഡി, ഈ മോന് വിശക്കുന്നു. ഇതാണ് ഈ ദൈവദാസൻ പറഞ്ഞ വാക്ക്. എന്നിട്ട് തന്റെ കൂടെ സഹപ്രവർത്തനത്തിന് ഇറങ്ങിയ പലരും ജോലി ചെയ്ത് പണമുണ്ടാക്കിയപ്പോഴും താൻ കർത്താവിന്റെ വേലയിൽ നിന്നതിനെ ഓർത്തിട്ട് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, ഡാഡി, ഈ മോന് വിശക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആ ഇരിപ്പിൽ അല്പമൊന്ന് മയങ്ങിപ്പോയി. 2.5 മണിക്കൂർ ഈ ട്രെയിൻ ഓടി. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞ് 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താൻ ഇരിക്കുന്നതിന്റെ വശത്തുള്ള കമ്പാർട്ട്മെന്റിന്റെ സൈഡിൽ ആരോ തട്ടുന്നത് കണ്ടുകൊണ്ട് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ, അഗസ്റ്റിനാണോ? അഗസ്റ്റിൻ, പുറത്തോട്ട് വരണം. 1 മണിക്കൂർ മുമ്പ് ഒരാൾ എന്നെ ഒരു കവർ ഏൽപ്പിച്ചു, അത് നിങ്ങൾക്ക് തരാൻ വന്നതാണെന്ന് പറഞ്ഞു. വാതുക്കലോട്ട് ചെന്നപ്പോൾ ഒരു വലിയ ബാഗ് കൈമാറി. ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള രുചികരമായ ഭക്ഷണം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ രാത്രി ഓർക്കണം, ആ സീറ്റിലിരുന്ന് ഡാഡി എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ സ്വർഗം അവന്റെ വിഷയത്തിൽ ഇറങ്ങി ഇടപെടുകയായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി ഈ ദൂത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിൽ ഇറങ്ങി ഇടപെടാൻ കഴിവുള്ള കർത്താവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ചില പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിന് സ്തോത്രം, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ഇസഹാക്കിന്റെ കണ്ണിന്റെ കാഴ്ചയില്ലായ്മയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. കർത്താവിന് സ്തോത്രം. ഓർക്കുക, മറക്കരുത്, ഇസഹാക്കിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ആലോചനയുണ്ട്. മോനെ, നിന്റെ കണ്ണ് കാണുമെങ്കിൽ അനുഗ്രഹം നേരെ മൂത്തവനിലെത്തും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി യാക്കോബിലെത്തും. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അത് ഭിത്തിയിൽ രൂപപ്പെട്ടു വരുമ്പോൾ ദൈവം അരുളി ചെയ്തു, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. എന്റെ ദൈവത്തിന്റെ തിരശീലയുടെ പുറകിലെ പ്ലാൻ നടക്കണമെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച നിർത്തിയിട്ട് നിന്റെ അനുഗ്രഹം ഇളയവന്റെ തലയിൽ പോകണം. ഈ ദൂതിന്ന് രാത്രിയിൽ ചില വ്യക്തികൾക്ക് നേരെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന ചിലത് നിനക്ക് വേദനിക്കുന്നതാണെങ്കിലും എന്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യപരിപാടിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് തിന്മയ്ക്കല്ല. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറ, ഞാൻ സഹിക്കുന്ന ഈ വേദന എന്റെ തിന്മയ്ക്കല്ല, എന്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. ഇന്ന് ഞാൻ സഹിക്കുന്നത് എന്റെ തിന്മയാണെങ്കിലും ഇതിന്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട്. സ്തോത്രം. എസ്തേറേ, മോളെ, മറ്റുള്ളവർ കുഞ്ഞുങ്ങൾ കൂട്ടുകാരുമായി തുള്ളിച്ചാടുമ്പോ നീ മാത്രം എന്താ ബാല്യത്തിൽ അനാഥയായത്? നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവന്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിലേ കഴുകുമരത്തിൽ ദൈവത്തിന് സ്തോത്രം ഹാമാന്റെ കഴുത്തു കുരുങ്ങൂ. ഇതറിഞ്ഞുകൊണ്ട് നിന്റെ ജനതയുടെ വിടുതലിന് വേണ്ടി നിന്റെ അനാഥത്വം ദൈവം അനുവദിച്ചതാണ്. ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾക്കകത്തുകൂടെ നീ ഇന്ന് രാത്രി കടന്നു പോയിട്ടാണ് ഈ ദൂതിന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഒടുവിലത്തെ അധ്യായത്തിൽ എന്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഇത് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. എന്റെ ആയുസിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി പൈശാചിക ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കരം ചില വ്യക്തികളുടെ വിടുതലിനായി വ്യാപരിക്കുന്ന ഈ രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ എന്റെ കർത്താവ് ചില രോഗികളെ സൗഖ്യമാക്കുന്ന ഈ രാത്രി എല്ലാം നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ.
ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഞാനൊരു വചനം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അത് എന്നോടൊപ്പം പറയുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചു പറയണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കും കത്തികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഈ രാത്രി ഇരിക്കുന്ന ദൈവവൈതലേ, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാനിൽ നിന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ വിജയിക്കാൻ ഈ ചില ശോധനകൾ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കണം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. പോരാ 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 പോരാ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. വേദപുസ്തകമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ രണ്ട് കൈകളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒന്നിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. രക്തത്താൽ ജയം. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. നീ അനുഭവിക്കുന്ന മാനസിക തകർച്ച എത്ര ഭയങ്കരമാണ്, നീ അനുഭവിക്കുന്ന വേദനകൾ അത്ര ഭീകരമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇത് നിന്റെ തിന്മയ്ക്കല്ല, ഇത് നിന്റെ തിന്മയ്ക്കല്ല. നിനക്കെതിരെ ആയുധം ഉയർത്തിയവരുടെ വിഷയത്തിന്മേൽ എന്റെ ദൈവം ഇടപെടുമ്പോൾ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം യോർദാന്റെ കരയിൽ അഗ്നി അശ്വരഥങ്ങളായി ചലിക്കുവാൻ തുടങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവി രാത്രി ദൂത് വിളിച്ചു പറയുകയാണ്. നാളെ ഈ നേരത്ത് നിന്റെ ശരീരത്തെ എന്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ആക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അത് ശത്രുവായ ആഹാബിന്റെ ഭാര്യ ഇസബേലേ, നീ എത്ര പ്രബലയാണെങ്കിലും എന്റെ ദൈവത്തിന്റെ ദാസൻ അധികം താമസിക്കാതെ യോർദാന്റെ കരയിൽ നിന്ന് ഉയർന്നു പോകുന്ന അഗ്നി അശ്വത്തേരിൽ പറുദീസയിലേക്ക് പറന്നുയരുമ്പോൾ യേഹുവിന്റെ നേതൃത്വത്തിൽ നിന്റെ ശരീരം താഴേക്ക് വീണ് ചിന്നിച്ചിതറും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഞാൻ അനുഭവിക്കുന്ന പോരാട്ടം പ്രതികൂലമാണെങ്കിലും എന്റെ ദൈവത്തിന്റെ ഭാവി പദ്ധതി ശുഭപര്യവസായി ആയി വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞാൻ ഈ രാത്രി ആത്മാവിൽ കാണുന്നു ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിലേക്ക് ആത്മമണ്ഡലത്തിൽ പെയ്തിറങ്ങുകയാണ്. ചില ശരീരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പൊതിയുകയാണ്. മുൾപ്പടർപ്പിന് മീതെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതുപോലെ കസേരയിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുകയാണ്. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന തീയല്ല, ഇത് സുരക്ഷിതമാക്കുന്ന ദൈവത്തിന്റെ തീയാണ്. ഇത് നിന്റെ ശരീരത്തെ പൊതിഞ്ഞാൽ നിന്നെ തൊടാൻ ഒരു പൈശാചിക ശക്തികൾക്കും കഴിയുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കണ്ണുകളിൽ ദർശനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ചില ചെവികളിൽ ദൈവശബ്ദം ഈ രാത്രി മുഴങ്ങുന്നു. അത് ഈ ഗ്രൗണ്ടിൽ ഇവിടെ മുൻപിൽ മാത്രമല്ല, ഏറ്റവും പുറകിൽ ഇരിക്കുന്നവർക്ക് വരെ ആത്മാവിൽ പോരാട്ടം ഉയരുകയാണ്. കർത്താവിൻ നാമത്തിൽ ഞാൻ ആത്മാവിൽ ജയമെടുക്കുന്നു. ഞാൻ ഈ രാത്രി ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് കടന്നു വരട്ടെ. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു വലിയ യുദ്ധം ഇവിടെ നടക്കുകയാണ്, ഒരു വലിയ പോരാട്ടം ഇവിടെ നടക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ ഇവിടെ നടക്കുകയാണ്. ആദ്യം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നവരിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ ഏർപ്പെടുക. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ പോരാട്ടം തിരിച്ചറിയുക, തിരിച്ചറിയുക. രക്തത്താൽ ജയം. ഏദൻ പറുദീസയിൽ നുഴഞ്ഞു കയറുന്ന പാമ്പിന്റെ പുറകിൽ പിശാചാണ് നിൽക്കുന്നതെന്ന് ഹൗവ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ
പതനം ഉണ്ടാകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനന്യ സഫീറമാരുടെ പുറകിൽ നിൽക്കുന്നത് സാത്താനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ പതനം ഉണ്ടാകയില്ലായിരുന്നു. ജനത്തെ എണ്ണാൻ ദാവീദിനെ തോന്നിപ്പിച്ചതിന്റെ പുറകിൽ നിൽക്കുന്നത് പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ പതനം ഉണ്ടാകയില്ലായിരുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ കുടുംബത്തിന്റെ പുറകിൽ പത്തി വിരിച്ച് നിൽക്കുന്ന ചിലത് അതിന്റെ പുറകിൽ നിൽക്കുന്ന സ്രോതസ് ദുഷ്ടനാണ് എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ ചിലതിനെ ശാസിക്കാനുള്ള അധികാരം ചില നാവിന്മേൽ രാത്രി ദൈവാത്മാവ് തരികയാണ്. ഓ ഗ്ലോറി 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 ഗ്ലോറി. നീ ഒറ്റയല്ല, നീ ഇരിക്കുന്നത് ഒറ്റയാണെങ്കിലും നിന്റെ കാവൽ മാലാഖമാർ ശക്തരാണ്. നിന്റെ കാവൽ മാലാഖമാർ ശക്തരാണ്. അശൂർ പാളയത്തിൽ 1,85,000 ഒറ്റ രാത്രിയിൽ വെട്ടിയിട്ട ദൂതന് തുല്യമായ ദൂതന്മാർ പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആ പ്രതലത്തിൽ നിന്റെ തലയുടെ പുറകിൽ നിൽക്കുന്നു. പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ കണ്ടാട്ടെ, നീ ഒറ്റയല്ല. നിന്റെ പുറകിൽ ദൈവത്തിന്റെ കാവൽ മാലാഖമാർ നിൽക്കുന്നു. ഓ ചീരാതൽ ഘടകരൗദര അധികനയാരകൾ ഘടകരൗദര അധികനയാരകനക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പ്രവചന നിയോഗങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ചില വെളിപ്പാടുകൾ ഇതിനകത്ത് പ്രവഹിച്ചു വരുന്നു. ചില ബന്ധനങ്ങളുടെ കെട്ടുകൾ ഇവിടെ അഴിയുന്നു. ചില വർഷങ്ങൾ പഴകിയ ശാപത്തിന്റെ ശക്തികളെ എന്റെ ദൈവം ഈ ഗ്രൗണ്ടിൽ അഴിച്ചു മാറ്റുന്നു. ഇതിനകത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ചില രോഗത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ നാവ് തുറന്ന് ഇന്ന് രാത്രി ആത്മീയ ആയുധം ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, അവന്റെ വചനത്താൽ ജയം, അവന്റെ ആത്മാവിനാൽ ജയം. പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിൽ ഈ രാത്രി ആയുധം ഉപയോഗിക്കുക. ഗ്ലോറി. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ, എല്ലാവരും കർത്തൃസ്ഥലം എഴുന്നേറ്റാട്ടെ. 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? ലോകത്തിലെ ഒരു ശരണമന്ത്രത്തെക്കാട്ടിലും ശക്തിയേറിയ നാമമാണ് യേശുവിൻ്റെ നാമമെങ്കിൽ, മണ്ണിൽ ഉടലെടുത്ത നാമമല്ലിത്, വിണ്ണിൽ ഉടലെടുത്ത നാമമാണെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്നിന്ന് രാത്രി പറഞ്ഞാൽ ഇതുവരെ സംഭവിക്കാത്ത ചില ദൈവപ്രവർത്തികളുടെ വിടുതലുകൾ നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് ആത്മമേഖലയിൽ പാഞ്ഞിറങ്ങത്തക്ക വിധം നീ ഇന്ന് രാത്രിയിൽ കതകടച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്റെ ചുവടുവയ്പ്പുകളിൽ മനസ്സിൽ കനലെരിയുന്നത് പോലെ ചങ്ക് കത്തുന്ന ചില വേദനകളുടെ നടുവിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ചില ചോദ്യങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റിയിട്ട് തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ചില ദൈവപ്രവർത്തികളുടെ അടയാളങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ ചില ബന്ധനങ്ങളെ കർത്താവ് ഇതിന് നടുവിൽ അഴിച്ചു മാറ്റി പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള തന്റെ നിർണയം വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ആ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചു പറയുക. ആ 2 കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. മനസ്സ് വല്ലാതെ കലങ്ങുന്ന രാത്രിയുടെ ഏകാന്തതകളിൽ ഓർമ്മകളുടെ ഓളങ്ങളിൽ ഓടിയെത്തുമ്പോൾ വീർപ്പുമുട്ടി നിലവിളിക്കുന്ന ആ വേദനയുടെ വിഷയത്തിന് നടുവിൽ എന്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നു എന്ന് ഈ പുൾപിറ്റിൽ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരികയാണ്. ഇതിനകത്തിരിക്കുന്ന ചില ഇടനെഞ്ച് പൊട്ടുന്ന വേദന അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ എന്റെ ദൈവം 2025 കലണ്ടർ കീറി മാറ്റുന്നതിന് മുൻപ് അടയാളത്തോടെ നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധം ദൈവകരം ഉയരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാൻ ദൈവാത്മാവ് എനിക്ക് പ്രവചനാലോചന തരുന്നു. ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, അനുഭവിക്കുന്നത് തിന്മയാണെങ്കിലും എന്റെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധം ദൈവകരം ഉയരാൻ പോകുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികൾ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഈ 9:24 ആ കുടുംബങ്ങൾക്കത് വിടുതലായി പരിണമിക്കട്ടെ. നിയമരക്തത്താൽ ഈ സദസ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ശബ്ദമുയർത്തി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ, തകർത്തയുടെ മുഴക്കം പോലെ എല്ലാവരും ദിവസം ഇരിക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ